പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ നാം ചെയ്യുകയായിരുന്നല്ലോ. इतने समय तक हम परमेश्वर की स्तुति और आराधना कर रहे थे. എല്ലാവർക്കും പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. റായ്ബറേലിയിൽ നിന്നുള്ള വന്ദനങ്ങൾ. सबको व्यक्तिगत तौर से हम लोग रायपुर से सबको जय मसीह की कहते हैं. ബഹുമാനരായ ദേവദാസന്മാർ, തോമസൻ പാസ്റ്റർ, ജോയ് പാസ്റ്റർ, അതുപോലെ ബഹുമാനരായ ജോർജ് പാസ്റ്റർ, ജോൺസൺ പാസ്റ്റർ, എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. सारे हमारे आत्मिक पिताओं का मैं धन्यवाद करता हूँ, हमारे सारे पासवानों का, थॉमसन पास्टर जी का, और जितने पास्टर जी इस मीटिंग में इस प्रार्थना से जुड़े हैं उन सबका मैं धन्यवाद देता हूँ. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവദാസിദാസന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവന്ദനം. इस सभा में जुड़े सारे भाई बहनों का, सारे बच्चों का, सबका मैं एक और बार फिर से धन्यवाद देता हूँ. 2025 അവസാന ദിനങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നല്ലോ. 2025 के कुछ आखिरी दिनों में हम आ गए हैं. ക്രിസ്മസ് ആഘോഷങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. क्रिसमस या फिर बड़े दिन की तैयारी हर जगह चल रही है. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഈ സീസണെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ്. हमारे नॉर्थ इंडिया में हम इस दिन का बहुत ही बड़ा फायदा उठाते हैं. കർത്താവിൻ്റെ സന്ദേശത്തെ അറിയിപ്പാനായി നമുക്ക് ഒരു അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर ने एक मौका दिया जिससे हम परमेश्वर के वचन को बांट सके. परमेश्वर का धन्यवाद करते हैं. പല സ്ഥലങ്ങളിൽ രഹസ്യം പരസ്യമായ മീറ്റിംഗ് നടക്കുന്നു. बहुत ही जगहों में हम लोग गुप्त तौर से प्रार्थना सभा चलाते हैं. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. परमेश्वर हमारी मदद करे. 2025 ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. 2025 में परमेश्वर ने बहुत ही अद्भुत कार्यों को दिखाया. പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവ് സഹായിച്ചു. कई सारे जगहों में परमेश्वर ने सेवकाई करने के लिए मदद നമ്മൾ किया. പല സ്ഥലങ്ങളിൽ ദീർഘദൂര യാത്രകൾ നടത്തി. हम कई जगहों में दूर दूर यात्रा भी किए. ഗ്രാമങ്ങൾ സന്ദർശിച്ചു. गाँव में होकर गुजरे. അനേക പുതിയ വീടുകളിൽ നമ്മൾ സുശേഷമായി കടന്നു ചെന്നു. कई सारे नए घरों में हमने सुसमाचार सुनाया. എത്രയോ ആത്മീയ യോഗങ്ങൾ നമ്മൾ നടത്തി. कितने आत्मिक सभाओं को हमने चलाया. നമ്മൾ നിരവധി കുടുംബ പ്രാർത്ഥനകൾ നടത്തി. हम कितने सारे पारिवारिक प्रार्थनाओं को चलाए. പലതവണ നമ്മൾ വേദപുസ്തകം വായിച്ചു. कई बार हमने अपनी पवित्र शास्त्र को पढ़ा. ഉപവാസ പ്രാർത്ഥനകൾ നമ്മൾ ഒറ്റയ്ക്കും കുടുംബമായും സഭയാമെല്ലാം നടത്തി. हम उपवास प्रार्थना में परिवार सहित और व्यक्तिगत तौर से प्रार्थना में बैठे थे. എല്ലാ ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. उन सारे अद्भुत कार्यों का परमेश्वर का हम धन्यवाद देंगे. നമ്മൾ കേട്ട് വന്നതുപോലെ നാം മരിച്ചവരായിരുന്നു. हम जैसे सुने थे हम लोग मरे हुए थे. എന്നാൽ ജീവൻ നൽകി ജീവനോടെ ഈ വർഷത്തിന്റെ അവസാനത്തെ ആയിരിക്കും അവിടെയാക്കിയല്ലോ. लेकिन अब हमको जीवन के साथ इस साल के अंत को खत्म करना. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. വളരെ ഉണർവോടെ നമുക്ക് രാവിലെ ആയിരിക്കാം. बहुत ही ऊर्जा के साथ हम लोग आज के दिन बैठेंगे. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. बहुत ही प्रार्थना के साथ हम लोग बैठे. നിരന്തരമായി നാം ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നല്ലോ. हम लोग लगातार परमेश्वर के वचन को पढ़ते और सुनते हैं. 2026 പുതിയ തീരുമാനങ്ങൾ, പുതിയ പ്രതിഷ്ഠകൾ എല്ലാം എടുത്ത് മുമ്പോട്ട് പോകാം. हम नए साल में आने वाले 2026 में हम कई सारे नए वादे अपने आप से नई प्रतिष्ठाएं करेंगे. നമുക്ക് ദൈവത്തിന്റെ വേല അതിശക്തമായി ചെയ്യണം. हमें परमेश्वर की सेवकाई को अधिक तौर से बढ़ाना है. 2025 ചെയ്യുവാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത വർഷം ചെയ്യും. जो कार्य हम 2025 में करने को सोचे थे पर कर नहीं पाए, वो सारी बातों को हम 2026 में करेंगे. നാം അതിശക്തമായി മുമ്പോട്ട് പോകും. हम बहुत ही अधिक से आगे बढ़ेंगे. നിരവധി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യും. परमेश्वर के लिए हम कई सारे कार्यों को करेंगे. എന്നെ ചിന്തിപ്പിച്ച ഒരു വേദാംശമായിട്ട് പ്രാർത്ഥനയോടെ ഞാൻ ദൈവഭാഗ്യ ആയിരിക്കുക. मुझे परमेश्वर ने जो वचन दिया मैं आपके सम्मुख रखना चाहूँगा. നാം ഒരുമിച്ച് ദൈവഭാഗ്യ വചനവൽപ്പസം ഒരുമിച്ച് ശ്രദ്ധിക്കാം. हम मिलकर के उस पर वचन को हम देखेंगे. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ. प्रार्थना के साथ हम लोग बैठेंगे. ആമേൻ. ഈ പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ ഈ ആത്മയുഗത്തിന്റെ നാളുകളിൽ ശുശ്രൂഷിപ്പാൻ, അതുപോലെ നമുക്ക് കൂട്ടായ്മ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. इस पेंतुकोस्त के दिनों में हम लोग को परमेश्वर से सौभाग्य दे रहा है कि मिल करके हम एकजुट होकर प्रार्थना कर सके. ആമേൻ. ഈ ആത്മശക്തി പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യകരമായ അനുഭവമാണ്. ये परमेश्वर का आत्मिक शक्ति को पाना हमारे जीवन का सबसे बड़ा सौभाग्य है. ദൈവസഭയുടെ അല്ലെങ്കിൽ പുനരുദ്ധാനം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദൈവശക്തിയെ പ്രാപിച്ച് ജീവിക്കുക, അത് പ്രസംഗിക്കുക, ആരാധിക്കുക എത്ര സൗഭാഗ്യകരമായ അനുഭവമാണ്. पुनरुद्धान के बाद परमेश्वर की सामर्थ्य को पाकर, परमेश्वर के अद्भुत कार्यों को पाकर के हम वचन में आगे बढ़ते हैं. कितना सौभाग्य वाली बात. നാം ജീവൻ പ്രാപിച്ചവരാണ്. हम नया जीवन पाए हुए हैं. 1975 കാലഘട്ടങ്ങളിൽ 1975 सालों में ആ കാലഘട്ടങ്ങളിൽ കർത്താവിനെ അറിയാതെ ജീവിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം.
हाँ, मेरा परिवार ऐसे था कि 1975 में हम लोग विश्वास में नहीं आए थे। ആ, പാരമ്പര്യ ക്രൈസ്തവ സഭയുടെ ബന്ധങ്ങളിലായിരുന്നു. हम लोग पारंपरिक जो एक कट्टर हमारे मसीह समूह से हम लोग बिलोंग करते थे। लेकिन എന്നാൽ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. लेकिन परमेश्वर ने हमें वहां से छुड़ाया। 75 കാലഘട്ടങ്ങളിൽ വയനാടിൻ്റെ പല സ്ഥലങ്ങളുണ്ടായ കരിസ്മാറ്റിക് ഉണർവും മറ്റുമായി ആമേൻ ഈ പെന്തക്കോസ്ത് വിശ്വാസം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. उस 75 वर्षों में परमेश्वर ने जो उन दिनों में वहाँ पे क्राइस्तवा का उन्नति हुई थी, वहाँ पे उस मिशनरी उस समारोह में परमेश्वर ने हमारे परिवार को छुड़ाया। കേരളത്തിലെ കോട്ടയത്ത് നിന്നും മലബാറിലേക്ക് കുടിയേറി പാർത്ത കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. केरल के कोट्टयम जिले से हम लोग एक फार्मर, हम लोग किसान परिवार से बिलोंग करते हैं। വയനാട്ടിൽ വന്ന് ജീവിച്ച കാലഘട്ടത്തിൽ പിതാക്കന്മാർ വയനാട്ടിലേക്ക് വന്നു. അവിടുത്തെ കാലാവസ്ഥകളും അവിടുത്തെ അന്തരീക്ഷങ്ങളും തീർത്തും മോശമായിരുന്നു. हमारे पिता सब वायनाड में अपने जवानी जीवन में आए थे, वहाँ पे जीना उनको थोड़ा मुश्किल हुआ था। ദൈവത്തെ അറിയാത്ത കാലഘട്ടങ്ങൾ കഠിനാധ്വാനത്താൽ ലഭിക്കുന്ന നന്മകൾ അവർ മരുന്നിനും അതുപോലെ മറ്റു ചില വിഷയങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിലെ വലിയ കാഠിന്യമേറിയ അനുഭവങ്ങൾ, कड़ी मेहनत करके वो सारा धन वो अपना दवाइयों में और अपने पर खर्च कर देते थे। രോഗങ്ങൾ, ദീനങ്ങൾ, തീർത്തും മോശമായ അന്തരീക്ഷങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. उस समय ऐसा गुजरा कि कई सारे रोग परेशानियां हमारे परिवारों में थी। എന്നാൽ കർത്താവിന്റെ കൃപയാൽ ആമേൻ കർത്താവിനെ അറിയാൻ കർത്താവ് സഹായിച്ചു. लेकिन परमेश्वर की बहुत बड़ी दया थी कि हम उसके नाम को पहचान सके। അനേക സഹോദരങ്ങൾ ദൈവത്തിന്റെ വേല പല സ്ഥലങ്ങളിൽ ചെയ്തു വരുന്നു. हमारे परिवार के कई सारे भाई ऐसे हैं कि अलग अलग भिन्न भिन्न जगह में वो परमेश्वर की सेवकाई कर रहे हैं। കുടുംബത്തിലെ ഏകദേശം നല്ലൊരു ഭാഗം ആളുകളും ഈ വിശ്വാസത്തെ കടന്നു വന്നു. हमारे परिवार का ज्यादा हिस्सा परमेश्वर के नाम को पहचान चुका है। കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर की कृपा का मैं धन्यवाद करता हूं। ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഈ അനുഭവത്തെ വരുവാൻ ദൈവമുടെയാക്കിയ ഒരു ഭാഗ്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. मेरे कहने का संशय वही है कि परमेश्वर के इस नाम को पहचानने का हमें एक सौभाग्य मिला। ഞങ്ങളുടെ താമസിച്ച സ്ഥലത്ത് ഒരു പെന്തക്കോസ്ത് സഭയുണ്ടായിരുന്നു. हम जहाँ रहते थे वहाँ पे एक पेंतकुस्त की कलीसिया थी। ആമേൻ. വലിയ ആത്മനിറവുള്ള സഭയാണ് ആയിരുന്നു ആ സഭ. बहुत ही आत्मिक ऊर्जा वाली एक कलीसिया थी वो। ഞങ്ങളുടെ ആ നാട്ടിൽ ഏകദേശം നല്ലൊരു ഭാഗം ആളുകളും കർത്താവ് അറിവാനായി ആ സഭയെ കർത്താവ് ഉപയോഗിച്ചു. हमारे उस गांव के बहुत सारे अच्छे लोग, बहुत सारे लोग ऐसे थे कि उस कलीसिया से वो उद्धार पा सके। സ്ഥിരമായ ഉപവാസ പ്രാർത്ഥനകൾ, ആരാധനകൾ നടന്ന സഭയായിരുന്നു ഞങ്ങളുടെ ചർച്ച്. लगातार उपवास प्रार्थनाएं वहाँ पे चलती रहती थी। ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരുന്നു. हर एक दिन परमेश्वर के अद्भुत कार्य हमारी कलीसिया में होते थे। കർത്താവിന് സ്തോത്രം ചെയ്യുന്നത് പോലുള്ള അഭിഷിക്ത ദേവദാസന്മാർക്ക് വേണ്ടി मैं परमेश्वर का धन्यवाद करता हूँ कि ऐसे अद्भुत पासबानों को परमेश्वर ने हमें दिया। ആമേൻ. അപ്പോൾ ദൈവസഭയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിച്ച നന്മകളെല്ലാം അതിന്റെ എല്ലാം അടിസ്ഥാനം. हाँ, इसका हम सबका नींव यही है कि परमेश्वर का आत्मिक एक वातावरण में हम लोग पले बढ़े। ആമേൻ. ഇന്ന് ചിന്തിപ്പാകുന്ന വിഷയം ഇതാണ്. ആമേൻ. ദൈവസഭ കടന്നു പോകുന്നവരെല്ലാം നാം അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ്. हमारा आज का जो विषय है कि परमेश्वर की कलीसिया जहाँ जहाँ जाएगी वहाँ अद्भुत कार्य होंगे। യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. यशाया की पुस्तक उसके 40वें अध्याय में ऐसा पढ़ते हैं। 40-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളല്ലേ? 40वें अध्याय का 3 और 3 और 4 वचन വാക്യം ഇങ്ങനെ വായിക്കുന്നു. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലകളും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ദൈവത്തെ കാണും. किसी की पुकार सुनाई देती है, जंगल में यहोवा का मार्ग सुधारो, हमारे परमेश्वर के लिए अराबा में एक राजमार्ग चौरस करो। हर एक तराई भर दी जाए और हर एक पहाड़ और पहाड़ी गिरा दी जाए। जो टेढ़ा है वह सीधा, जो ऊंचा नीचा है वह चौरस किया जाए। ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയത്ത് സകല പാതകളും നിവർന്നു വരും. परमेश्वर का अद्भुत कार्य जब होता है तो सारे ऊंच नीच तराई समतल बन जाती है। പല രീതിയിൽ ദുർഘടമായ വഴികൾ അത് നിരപ്പാക്കുവാൻ അധികാരം ലഭിച്ചവരാണ് ആത്മനിർഭർ പ്രാപിച്ച ദൈവസഭ.
दुर्घटनाएं होने वाले स्थलों में हमें वहां शक्ति प्राप्त करने के लिए हमें एक सामर्थ्य मिली है, वो है आत्मिक सभा की शक्ति। നമുക്കറിയാം ആമേൻ ഈ ആത്മനിറവ് പ്രാപിച്ച ദൈവസഭ ഇത് യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയും അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ഉണർവിനെ കുറിച്ചുമുള്ള ഭാവിയെ കുറിച്ചുള്ള വെളിപ്പാട് പറയുന്ന പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിച്ച വാക്യം. हम ये जो वचन पढ़े हैं वहाँ पे हम जानते हैं कि परमेश्वर कलीसिया का एक आत्मिक उन्नति को ये दिखा रहा है। അവൻ ആ ശക്തിയോടെ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച് മടങ്ങിപ്പോയി. इसी शक्ति के साथ परमेश्वर के दास लोग वापस गए थे। ഇന്ന് നാം അതേ ശുശ്രൂഷ ചെയ്യുന്നു. വളഞ്ഞത് ചൊവ്വയാക്കുവാൻ, ദുർഘട വഴികളെ സീധെ അത് നേരെയാക്കുവാനുള്ള അധികാരം പ്രാപിച്ച ഒരാൾ ദൈവത്തിന്റെ സഭ. आज हम लोग भी यही कर रहे हैं कि सीधे और टेढ़े मार्गों को सीधा करना और ऊंचा नीचे जगह को समतल करना। നമുക്കറിയാം നാം നടക്കുന്ന വഴികൾ, നാം ചെല്ലുന്ന വീടുകൾ, നാം കരം വെക്കുന്ന രോഗികൾ, അതെ നാം നമ്മെ സമീപിക്കുന്ന പാപികൾ, അവരുടെ ജീവിതത്തിലെ വളഞ്ഞ വഴികൾ ചൊവ്വായി വരും. हम जिस रास्ते में चलते हैं, हम जिन घरों में जाते हैं, हम जिस भी परिस्थिति से होकर जाते हैं, अगर वो रास्ता अगर टेढ़ा है तो हम जाने के वजह से वो सीधा हो जाता है। ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷങ്ങൾ ഇതുപോലെ മോശകരമായത്, പക്ഷെ ദൈവത്തെ അറിഞ്ഞ നിമിത്തമാണ് വഴികൾ നേരെയായത്. हमारी परिवार की स्थिति कुछ ऐसी थी, टेढ़ी मेढ़ी थी, पर परमेश्वर के आने से वो एक चौरस मार्ग बन गया। ആമേൻ. ശ്രദ്ധിക്കണമേ, പെന്തക്കോസ്ത് ദിനത്തിന്റെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ബുക്ക് ഓഫ് ആക്സിലെ 2-ാം അധ്യായം കഴിഞ്ഞുള്ള 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു വിഷയമുണ്ട്. വഴിയരികിലിരുന്ന മുടന്തനായവനെ സൗഖ്യമാക്കിയ പത്രോസും യോഹന്നാനും. हम जानते हैं पेंतिकुस्त के बाद जो हम प्रेरितों 3 अध्याय में हम देखते हैं कि जहाँ पे मार्ग के किनारे बैठा हुआ उस भिखारी को चंगा करना। ആമേൻ. എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാ. वो न जाने कितने साल से वो वहाँ पे बैठ के भीख मांग रहा था। എന്നാൽ 2-ാം അധ്യായത്തിൽ ഒരു പെന്തക്കോസ്തിന്റെ വലിയ സംഭവം ഉണ്ടായതുകൊണ്ടാണ് 3-ാം അധ്യായത്തിലെ ആമേൻ ആ चमत्कार अद्भुत संभविക്കുന്നത്. इसलिए दूसरे अध्याय में जब पेंतकुस्त का वो सामर्थ उतरा तो उसी कारणवश 3 अध्याय में वहाँ पे अद्भुत कार्य होने पाया। 3-ാം അധ്യായത്തിലേക്ക് നടന്നു വരുന്ന എല്ലാവരും പെന്തക്കോസ്തിന്റെ ദൈവശക്തിയെ പ്രാപിച്ചവരാണ്. जो भी 3 अध्याय में वहाँ पे आए थे वो सारे लोग पेंतकुस्त की सामर्थ को पाए हुए। 2-ാം അധ്യായത്തോട് ചേർന്ന് നിൽക്കുന്ന അധ്യായങ്ങളെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അധ്യായങ്ങളാണ്. पेंतकुस्त का वो अध्याय यानी कि प्रेरितों 2 अध्याय से जो आसपास जितने भी अध्याय हैं वो सारे अद्भुत कार्यों से भरे हुए ഈ हैं। പെന്തക്കോസ്ത് സഭയോട് ചേർന്ന് നിൽക്കുന്ന പെന്തക്കോസ്ത് അനുഭവമുള്ളവരോട് കൂടെ നിൽക്കുന്നവരെല്ലാവരും ഈ അതേ അനുഭവത്തിൽ മുമ്പോട്ട് പോകുന്നവരാണ്. जो परमेश्वर के वचन से जुड़े रहते हैं वो वही सामर्थ्य, इसी सामर्थ्य से वो होकर गुजरते हैं। കർത്താവിനെ ഇന്ന് രാവിലെ സ്തുതിക്കാമോ. കർത്താവേ, ഈ പെന്തക്കോസ്ത് സഭയോട് അല്ലെങ്കിൽ ആത്മനിറവുള്ള സഭയോട് ആമേ ആത്മനിറവും അഭിഷേകമുള്ള ദൈവാസന്മാരോടും ദൈവസഭയോടും ചേർന്ന് നിൽക്കുവാൻ അധികം അവസരം നൽകിയല്ലോ. आज परमेश्वर का हम धन्यवाद करेंगे। परमेश्वर तेरा धन्यवाद हो कि ऐसी सामर्थ्य और आत्मा से भरी हुई कलीसिया, एक आत्मिक आत्मा से भरे हुए पासवानों के साथ मुझे बैठने का एक सौभाग्य मिला। എന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാൻ കർത്താവ് നമ്മളെല്ലാം സഹായിച്ചുവല്ലോ. गॉड्स मिशन नाम की इस संगति में बैठ करके परमेश्वर हमें आत्मा में जोड़ा, इसलिए परमेश्वर का धन्यवाद करें। ആത്മനിറവും അഭിഷേകവും ദൈവകൃപയുള്ള അഭിഷക്തന്മാരോടും ദൈവദാസിമാരോടും ചേർന്നിരിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമേറിയ കാര്യമാണ്. आत्मा में अपने भाइयों बहनों के साथ मिल करके एकजुट होना बहुत ही बड़ा सौभाग्य वाली बात है। പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുന്ന സകല आमे मुडंदरम सौख्यमागुम। पतरस और यूहन्ना की जितने भी आसपास सारे लंगड़े थे सारे चंगे हो गए। അവർ നടക്കുന്ന വഴികളിലെ സകല ദുർഘടങ്ങൾ നിരപ്പായി വരും। वो जिस मार्ग में चले वो सारे मार्ग सीधे हो गए। സകല വളഞ്ഞ വഴികളും ചൊവ്വായി വരും। जितने भी टेढ़े मार्ग थे वो सब सीधे हो जाएंगे। ജന്മനാ മുടന്തനായിരുന്ന ഭിക്ഷക്കാരൻ റോഡരികിലിരുന്ന് ഭിക്ഷയാചിക്കുമ്പോൾ ആരാധനാലയത്തിലേക്ക് നടന്നു പോകുന്ന വഴിയെ സീധെ അല്ലെങ്കിൽ ആ വഴിയിലുണ്ടായ ആമേൻ പ്രശ്നങ്ങളെ നേരെയാക്കി ആരാധനാലയത്തിലേക്ക് പോകുന്ന അഭിഷക്തന്മാരെയാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്। मंदिर के मार्ग में जो भिखारी जब बैठा था तो पतरस यूहन्ना उस मार्ग से गुजर रहे थे। उसके जीवन में अद्भुत कार्य होने के चलते ही वो बाद में ही वो लोग आराधनालय में अंदर जाते हैं। ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ നടക്കുന്ന വഴിയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും। परमेश्वर की आत्मा की शक्ति पाए हुए लोग जिस रास्ते में चलते हैं वो रास्ता सीधा हो जाता है। ഈ മൂന്നാം അധ്യായത്തെ സംഭവം അറിയാവുന്നവരാണ് എല്ലാവരും। हम इस तीसरे अध्याय में जो घटना घटी है हम सब जानते हैं। എത്രയോ വർഷങ്ങളായിട്ട് ആ വഴിയരികിൽ മുടന്തന്മാരിരുന്ന് ഭിക്ഷയാചിക്കുന്നു। कितने साल से वो मार्ग में बैठा हुआ भिखारी भीख मांग रहा है। എത്രയോ ആളുകൾ അവിടെ കുരുടരായിട്ടിരിക്കുന്നു। कितने लोग वहाँ पे लंगड़े बैठे हैं। അവൻ എന്നാൽ കുരുടരായി അന്ധരായി ഇരിക്കുന്നു। वहाँ पे कितने लोग कोड़ से और अंधे हैं। ആമേ ശ്രദ്ധിക്കുക। ആമേ എന്നാൽ
ആ പെന്തക്കോസ്തിന്റെ ശക്തി പ്രാപിച്ച ആത്മനിർഭർ പ്രാപിച്ച ശിഷ്യന്മാർ നടന്നു വരുമ്പോൾ ചരിത്രം മാറുകയാണ്. लेकिन वहाँ पे जब पेंतिकुस्त के सामर्थ पाए हुए जब परमेश्वर के चेले यीशु मसीह के चेले गुजरते हैं तो वहाँ की स्थिति बदल जाती है. നടക്കുവാൻ ശ്രമിച്ചിട്ടും നടക്കുവാൻ കഴിയാതിരുന്നവർ ആത്മനിർഭർ പ്രാപിച്ച അഭിഷിക്തന്മാരുടെ സാന്നിധ്യം നിമിത്തം നടക്കുവാനിടയാകുന്നു. जो चलने की कोशिश किए पर चल नहीं पाए, पर परमेश्वर के चेले यीशु मसीह के चेले जब वहाँ आए तो वो स्थिति बदल गई. യെരൂശലേമിൽ ദൈവശക്തി പ്രാപിച്ച ദൈവജനം മുമ്പോട്ട് നടന്ന വഴികൾ, അവർ നടന്നു പോയ ഇടങ്ങളിലെല്ലാം ആമേ ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തിട്ടാണ് മുമ്പോട്ട് നീങ്ങിയത്. वो चेले जहाँ जहाँ गए थे उस मार्ग में यीशु मसीह के नाम में वो अद्भुत कार्य को करने लगे. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം ആമേൻ ഈ നാമവുമായി നടന്ന സകല വഴികളെയും സകല മാർഗത്തെയും ശുദ്ധമാക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകി. यरूशलेम में, सामरिया में और आसपास की दुनिया के छोर तक परमेश्वर ने हमें सामर्थ्य दिया कि उसके वचन को बांट सके. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, ഇരുത്തുന്നവർ. हम तीसरे अध्याय के दूसरे पद के आखिरी पद में पढ़ते हैं कि वो बैठाने वाला. ഈ ഭാഗത്ത് 2 ഗ്രൂപ്പ് ആളുകൾ നമുക്കറിയാം. ഈ 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ വിഷയം ഇതാണ്. ജന്മന നടക്കാതിരുന്ന മുടന്തനായവനെ സൗഖ്യമാക്കി യോഹന്നാനും പത്രോസും ഒക്കെയാണ് ഇവിടുത്തെ ചിന്താ വിഷയം. वहाँ पे लोग यहाँ का एक मुख्य विषय ही है कि पतरस यूहन्ना है और उस भीख मांगने वाले पुरुष को वो लोग चंगा करते हैं. 3 ഗ്രൂപ്പുകളായി നമുക്ക് ഈ ഭാഗത്ത് തിരിക്കാം. इस भाग को हम लोग को 3 भागों में बांट देना है. ആളുകളെ തിരിക്കാം. लोगों को बांट देना है. 1 പത്രോസും യോഹന്നാനും അടങ്ങിയ യേശു ക്രിസ്തുവിന്റെ ശിഷ്യർ. पहली कि ये पतरस और यूहन्ना यीशु मसीह के जो चेले थे, ആത്മനിർഭർ പ്രാപിച്ച അഭിഷിക്തന്മാർ, पेंतिकुस्त का और आत्मा का सामर्थ पाए हुए लोग, പുനരുദ്ധാനത്തിന്റെ ശക്തിയുമായി മുമ്പോട്ട് നീങ്ങുന്ന കർത്താവിന്റെ വേലക്കാർ. पुनरुत्थान की शक्ति पाए हुए परमेश्वर के वचन में आगे बढ़ने वाले लोग. 2 ഇരുത്തുന്നവർ. അദ്ദേഹം ഈ മുടന്തനായ വ്യക്തിയെ കൊണ്ടുവന്ന് ഇരുത്തുന്ന, അവരുടെ ഭിക്ഷ വാങ്ങി ആ ധനം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ ഇരുത്തുന്നവർ. दूसरे वो है जो इन भिखारियों को वहाँ बैठाते हैं और उनके पैसों से वो जीवन काटते हैं. പിന്നെ 3-ാമത്തെ വ്യക്തി നമുക്കറിയാം, ആ മുടന്തനായ വ്യക്തിയാ. और तीसरा वो खुद भिखारी है. നാം വായിക്കുന്നു 2-ാം അധ്യായത്തെ അവസാന വാക്കിൽ കണ്ടോ, ഇരുത്തുന്നവർ ആ ഭാഗത്തുണ്ട്. हम दूसरे पद के आखिरी भागों में हम पढ़ते हैं कि वो बैठाने वाले. ഇരിക്കുന്നവൻ നമുക്കറിയാം മുടന്തനായ വ്യക്തി. जो बैठा है हम जानते हैं वो भिखारी है, वो लंगड़ा है. എന്നാൽ നമുക്കറിയാം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ ആ ഇരുന്നവനെ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ നമുക്ക് കാണുന്നു. लेकिन हम 7वीं आयत में हम पढ़ते हैं कि उस बैठे हुए जन को खड़ा करने वाला एक व्यक्ति, ഒരു ഗ്രൂപ്പ് ആളുകൾ, एक भाग के व्यक्ति. അപ്പോൾ ശ്രദ്ധിക്കുക, ഇരുത്തുന്നവരുമുണ്ട്, നടത്തുന്നവരുമുണ്ട്. तो यहाँ पे 2 ग्रुप को हम देखते हैं, बैठाने वाले और उठाने वाले. ഇന്ന് രാവിലെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എത്രയോ പേരെ നടത്തുവാൻ ദൈവം നമുക്ക് അധികാരം നൽകി. आज परमेश्वर का धन्यवाद करें. परमेश्वर ने हमें कितनी बार परमेश्वर ने हमें लोगों को उठाने का मौका दिया है. ആമേൻ. ബന്ധനസ്ഥരായിരുന്നവരെ അഴിച്ചുവിടുവാൻ സ്വാതന്ത്ര്യം നമുക്ക് 2025 നൽകി. जो जितने लोग बंधन में फंसे हुए थे, जकड़े हुए थे, उन सबको उनके बंधनों से छुड़ाने के लिए परमेश्वर ने पिछले साल में मदद किया. മരിച്ചവരായിരുന്നവരെ ഉയർപ്പിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയില്ലേ? जो मरे हुए थे उनको जिलाने के लिए परमेश्वर ने हमें सौभाग्य दिया कि नहीं? ആമേൻ. ദൈവം നമുക്ക് നൽകിയ വലിയ അധികാരത്തിനായി ഇന്ന് രാവിലെ സ്തോത്രം പറയണം. परमेश्वर ने हमें जो आज अधिकार दिया है उस अधिकार का परमेश्वर के लिए धन्यवाद. നമ്മൾ ദൈവത്തിന്റെ അസാധാരണക്കാരായ ആളുകളല്ലേ? हम परमेश्वर के एक असाधारण मनुष्य है कि नहीं? ആമേൻ. എത്രയോ വർഷങ്ങളായിട്ട് ആളുകളെ ഇരുത്തുന്ന ഇടങ്ങളെ ആമേൻ ആരാധന ഇടങ്ങളാക്കി മാറ്റിയവരാണ് നാം. कितने सारे ऐसे जगह थे जहाँ पे लोग बैठाते थे लोगों को, उस बैठाने वाले जगह को हमने आराधनालय में तब्दील किया. നമ്മൾ ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വഴിയിലൂടെ ഇന്ന് രാവിലെ നടന്നു നോക്കിയാൽ നമുക്കറിയാം, പത്രോസും യോഹന്നാനും എല്ലാം വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന സ്ഥലമായിരുന്നു ആ വഴിയരികെന്ന് പറയുന്നത്. हम ये सुंदर फाटक को अगर हम जाके देखें तो हम ऐसे देख सकते हैं कि पतरस यूहन्ना आने से पहले लोग उन्हें बिठा करके वो भिखारी भीख मांगते थे. ഒരു തീർത്തും കാണുവാൻ കേൾക്കുവാൻ സുഖകരമായ ശബ്ദവും കാഴ്ചയുമല്ല റോട്ടിലുള്ളത്. उस रास्ते में, उस मार्ग में बिल्कुल हमें आनंद देने वाला या फिर बिल्कुल उत्साह करने वाला शब्द सुनाई नहीं देगा. എന്നാൽ സഭ
ആ വഴിയിലൂടെ യേശുക്രിസ്തുവിന്റെ അഭിഷിക്തന്മാർ, ആത്മാവ് പ്രാപിച്ച അഭിഷിക്തന്മാർ ആ വഴിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ, लेकिन जब परमेश्वर के जब अभिषिक्त उस मार्ग से होकर गुजरे, ആമേൻ, ആ ചിത്രത്തിന്റെ രൂപം മാറുകയാണ്. उस स्थान के चित्र का रूप बदल गया, അവിടുത്തെ ശബ്ദം മാറുന്നു, वहाँ के शब्द तब्दील हो गए, ഇരിക്കുന്ന ആളുകളുടെ രീതി മാറുന്നു. वहाँ बैठने वाले लोगों की स्थिति बदल गई. ശ്രദ്ധിക്കുക, കരഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ആരാധിക്കുന്ന വായിക്കുന്നു, നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു എന്ന് വായിക്കുന്നു. जो रो रहे थे यहाँ ऐसा लिखा है, वो कूद के परमेश्वर की आराधना कर रहे थे. ആമേൻ. എല്ലാവർക്കും ഒരു ഭാരമായിരുന്ന വ്യക്തി ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതമായി മാറുകയാണ്. जो सबके लिए एक भार बन चुका था, वो परमेश्वर का अद्भुत कार्य को देखा है. ആളുകൾ നടക്കുവാൻ ആഗ്രഹിക്കാതിരുന്ന വഴി ഇപ്പോൾ ദൈവത്തിന്റെ വഴിയായി മാറുന്നു. लोग जो उठने की कोशिश करते थे जिस मार्ग में, वहाँ पे परमेश्वर का अद्भुत कार्य हुआ. ആളുകൾ നടക്കുവാൻ ഇഷ്ടപ്പെടാതിരുന്ന ആ മന്ദിരത്തിലേക്ക് വഴി ഇപ്പോൾ ആൾക്കൂട്ടം കൊണ്ട് നിറഞ്ഞ വഴിയായി മാറുന്നു. जो लोग उस मार्ग को बिल्कुल चाहते नहीं थे गुजरना, लेकिन उसी जगह पे उसी मार्ग पे आज भीड़ लगी हुई है. ശപിക്കപ്പെട്ട ശാപം കൊണ്ട് നിറയപ്പെട്ട ആ വഴി ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട വഴിയായി മാറുകയാണ്. वो श्रापित गली, वो मार्ग जब परमेश्वर का सामर्थ्य उतरा तो वो एक आत्मा का मार्ग बन गया. ഇന്ന് രാവിലെ ആത്മാൽ പറയാമോ ഹല്ലേലൂയ, ആമേൻ. സകല വഴികളെയും നിവരയാക്കുവാൻ, ചൊവ്വയാക്കുവാൻ എനിക്ക് അധികാരം കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. आज के दिन बोले कि मुझे परमेश्वर ऐसा अधिकार दिया कि जिस रास्ते में मैं चलूं वो चौरस हो जाए, उसके लिए धन्यवाद. ആമേൻ. നാം നടക്കുന്ന വഴികൾ, നാം പ്രവേശിക്കുന്ന ഗ്രാമങ്ങൾ, നാം കടന്നുള്ള വീടുകൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി മാറുകയാണ്. हम जिस मार्ग में जाते हैं, जिस मार्ग से हम होकर जाते हैं, जिस घरों में हम जाते हैं, वो यीशु मसीह के नाम में वहाँ अद्भुत कार्य होंगे. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ നടന്നെങ്കിൽ, ആമേൻ, ആ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതേ അധികാരത്തോടെ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തിയും ബലവും പ്രാപിച്ചവരാണ് നാം. ഈ 2005 അവസാനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന നാം. हमारे आत्मिक पिता अगर ये सब कार्य किए थे, तो आज इस पेंतिकुस्त के युग में हम वो कार्य को अधिवेग से और बढ़ाएंगे. ആ വഴിയിൽ കരച്ചിൽ ശബ്ദം കേട്ട ദിനങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. पिछले कुछ समयों में वो मार्ग आंसुओं से भरा हुआ था. ആളുകളുടെ വിലപിക്കുന്ന ശബ്ദമായിരുന്നു ആ വഴിയിൽ നിന്ന് കേട്ടിരുന്നത്. लोगों की चीखें वहाँ सुनाई देती थी. എന്നാൽ ഇന്ന് ദൈവസഭ വഴിയിലൂടെ കടന്നു പോയതിനു ശേഷം, लेकिन जब परमेश्वर कलीसिया उस मार्ग से होकर गुजरी, ആമേൻ, ഇവിടെ ആരാധനയുടെ ശബ്ദം ആ ഗലിയിൽ മുഴങ്ങുകയാണ്. वहाँ पे आराधना का शब्द सुनाई देता है. രാവിലെ ആത്മാവിലേക്ക് പറയാമോ, आत्मा में बोले, ആമേൻ, ഞാൻ നടക്കുന്ന വഴികളിൽ ഇതേ കാര്യങ്ങൾ സംഭവിക്കും. मैं जिस मार्ग में चलूंगा वहाँ ऐसे ही कार्य होंगे. ശ്രദ്ധിക്കണമേ, ഇത് ആരാധനാലയത്തിന്റെ അകത്തെ ചിത്രമല്ല, ആരാധനാലയം പോകുന്ന വഴിയുടെ ചിത്രമാണിത്. बात को ध्यान दे कि आराधनालय का चित्र नहीं है, बल्कि आराधनालय के जाने का मार्ग का दृश्य है. നാം ചിന്തിക്കുന്ന ഒരുപക്ഷെ ആരാധനാലയത്തിലായിരുന്നെങ്കിൽ അത്ഭുതം സംഭവിച്ചേനെ. हम लोग कभी ऐसे सोचते हैं कि आराधनालय के अंदर होता तो अद्भुत कार्य होता. പക്ഷേ ആളുകൾ നടക്കുന്ന വഴിയിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. लोग चलने वाले मार्ग में अद्भुत कार्य करने का യേശുവിന്റെ നാമത്തിൽ നമുക്ക് പറയാമോ, ആമേ, നമ്മുടെ ജീവിതത്തിലെ അടുത്ത ദിനങ്ങൾ നാം നടക്കുവാൻ പോകുന്ന വഴികളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. यीशु के नाम में हम बोलेंगे कि आने वाले समय में जिस मार्ग में हम चलेंगे वहाँ पर अद्भुत कार्य होंगे. നാം കാൽ കുത്തുന്ന ഇടങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഇടങ്ങളാണ്. जिस मार्ग में कदम रखेंगे वहाँ अद्भुत कार्य होंगे. ആമേ, മുടന്തുള്ളത് നിവരയാകും. जितने टेढ़े थे वो सीधे हो जाएंगे. ആമേ, രോഗികൾ സൗഖ്യമാകും. रोगी चंगे हो जाएंगे. ആമേ, സകല വിധത്തിലുള്ള നിലവിളിയുടെ ശബ്ദവും മാറി ആരാധന ശബ്ദം ഉയരും. हर रीति का विरोध आराधना में बदल जाएगा. ആമേ, ആളുകൾ ലാഭത്തിനു വേണ്ടി ഇരുത്തിയവരെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരായി മാറ്റുവാനായി ദൈവം നമുക്ക് അധികാരം തരുന്നു. लोगों को लाभ के लिए बैठाने वाले परमेश्वर की सेवकाई में उठेंगे. ആമേൻ. രാവിലെ ശ്രദ്ധിക്കണമേ, നാം ദേശത്തെ അതേ വഴികളെ ശുദ്ധീകരിക്കുന്നവർ, हम देश विदेश के मार्गों को सीधा करने वाले हैं. നാം നടക്കുന്ന വഴികളിൽ മുടന്തന്മാരല്ല, ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർ പിറക്കും. हम मार्ग में जिस जाएंगे वहाँ पे रोगी नहीं बल्कि परमेश्वर के अभिषिक्त आराधना करेंगे. രണ്ടാം അധ്യായത്തോട് ചേർന്ന് നിൽക്കുന്ന മൂന്നാമത്തെ അധ്യായത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അധ്യായമാണ്. दूसरे अध्याय के बगल वाला अध्याय, तीसरा अध्याय अद्भुत कार्यों का अध्याय है. ഈ പെന്തക്കോസ്തിന്റെ ശക്തിയോട് ചേർന്ന് നിൽക്കുന്ന സകല അധ്യായക്കാരും സകല ആളുകളും
അവർ ഇതേ ശക്തിയാൽ കാര്യങ്ങളെ ചെയ്യുന്നവരാണ്. इस पेंतिकुस्त के दिन के आसपास जितने भी लोग आते हैं वो सारे अद्भुत कार्यों को करने वाले लोग हैं. പെന്തക്കോസ്തിന് ശേഷമുള്ള സകല വഴികളും ആമേൻ അത്ഭുതത്തിന്റെ വഴികളായി മാറുകയാണ്. पेंतिकुस्त के दिन के बाद जितने भी मार्ग थे वो अद्भुत कार्यों के मार्ग बन गए. ആത്മാവിന്റെ നിറവും അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ആമേൻ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ്. നാം നടക്കുന്ന വഴികളിൽ പോലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. आत्मा पावे भाइयों, हमसे परमेश्वर यही चाहता है कि जिस मार्ग से हम जाएं वहां पे अद्भुत कार्यों को होने पाए. 2026 പ്രവേശിപ്പാൻ വേണ്ടി കാത്തിക ദൈവത്തിന്റെ വിശുദ്ധനെ ദൈവദാസിയെ, ഇന്ന് രാവിലെ ആത്മാവിൽ ഈ സന്ദേശത്തെ സ്വീകരിക്കാമോ? ഹല്ലേലൂയ. എന്റെ കാലുകൾ 2026 പ്രവേശിക്കും തൊട്ട് മുമ്പ് തന്നെ ആ തീയുടെ അഭിഷേകത്താൽ ഞാൻ പ്രവേശിക്കും. ഹല്ലേലൂയ. എന്റെ ശബ്ദത്തിന് മുമ്പിൽ റോഡുകൾ, വഴികൾ ശുദ്ധീകരിക്കപ്പെടും. ഇരുത്തിയവർ അത്ഭുതമായവർ ഓടിക്കൂടും ദൈവസഭയിലേക്ക്. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, വലിയ അത്ഭുതങ്ങൾ, ഹല്ലേലൂയ. ഇരുത്തുന്നവർ എഴുന്നേൽപ്പിക്കുവാൻ, ഇരുത്തുന്നവർ അത്ഭുതമായി ഓടി വരുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇരുന്നവർ എഴുന്നേൽക്കുന്നു. 2026 അങ്ങനെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. पहले हमारे प्यारी भाइयों बहनों, हम सब आपसे कहना चाहते हैं कि इस मार्ग में जब आप चलते हैं, एक निर्णय लीजिए कि आने वाले साल 2026 में जब मैं कदम रखूंगा तो एक आत्मा का साल होने पाए. जिस मार्ग से मैं होकर जाऊंगा वो अद्भुत कार्य होने पाए. मैं जिस मार्ग से होकर जाऊंगा उन घरों में अद्भुत कार्य होने पाए. इन आने वाले साल में हम अद्भुत कार्यों का एक साल होने पाए. എത്ര പേര് വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നു? ആമേൻ. ആരാധനാലയത്തിനകത്തും പുറത്തും നാം ഒരുപോലെ ആത്മനിറവിനെ പ്രദർശിപ്പിക്കുന്നവരാണ്. कितने लोग ये बातों को समझ चुके हैं कि हम आराधनालय के अंदर और आराधनालय के बाहर हर जगह परमेश्वर की आत्मा को लेके चलते हैं. ആമേൻ. സമാധാനമുള്ള കാലത്തും വിരോധികൾ വെല്ലുവിളിക്കുന്ന നാളുകളിലും നാം ഈ ശക്തിയെ വെളിപ്പെടുത്തുന്നവരാണ്. जब शांति थी दुनिया में और जब अकाल पड़ा, उन सारे समयों में परमेश्वर का आत्मा हमारे साथ रहा. ഏത് കാലത്തും എവിടെയും ഈ ദൈവശക്തിയെ പ്രദർശിപ്പിക്കുന്നവരാണ് ദൈവത്തിന്റെ സഭ. चाहे जो भी परिस्थिति हो, परमेश्वर का अद्भुत कार्य को प्रकट करने का सामर्थ्य हमें मिला है. ഈ പെന്തക്കോസ്തിന്റെ ശക്തിക്കകത്തുനിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. इस पेंतिकुस्त की शक्ति के अंदर सेवकाई करने के लिए परमेश्वर നമ്മെ പ്രസിദ്ധരാക്കുന്നത് നമ്മുടെ സഭയുടെ വലിപ്പമല്ല. हमें प्रसिद्ध करने वाली बातें हमारी कलीसिया का गिनती नहीं है. നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ മറ്റിതര ലോകത്തിലെ ഒരു നന്മകളും യോഗ്യതകളും അല്ലല്ലോ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് നമ്മളെ ദൈവത്തിന്റെ സഭയിൽ നമ്മളെ പ്രസിദ്ധരാക്കുന്നത്. हमारा ज्ञान हमें प्रसिद्ध नहीं करता है, बल्कि हमारे अंदर का आत्मा हमें कलीसिया में प्रसिद्ध करता है. നമ്മൾ പ്രസിദ്ധരാകുവാൻ വേണ്ടി, ലോക രീതിയിലല്ല, ദൈവനാമത്തിൽ പ്രസിദ്ധരാകുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചവരാണ്. हमें परमेश्वर के नाम में प्रसिद्ध होने के लिए बुलाया गया. നിശ്ചയമായും ഹല്ലേലൂയ നാം ഈ നാമത്താൽ യെരൂശലേമിൽ അത്ഭുതങ്ങൾ ചെയ്യും. निश्चित रूप से हम यरूशलेम में इस नाम से अद्भुत कार्य करेंगे. പത്രോസും യോഹന്നാനും എല്ലാം ഇതേ വഴി ഒരുപാട് പ്രാവശ്യം പോയവരായിരുന്നു. पतरस और यूहन्ना इससे पहले कई बार इस मार्ग से होकर गुजरे हुए लोग हैं. പക്ഷേ ഈ പ്രാവശ്യം വന്നവർ വ്യത്യസ്തമായ ആളുകളായിട്ടാണ്. पर इस बार जब वो गए थे तो एक व्यक्तिगत अलग रूप से गए थे. അല്ലേ? എത്രയോ പ്രാവശ്യം നടന്ന വഴിയായിരിക്കാം ഈ വഴി. ना कितनी बार वो लोग इस रास्ते से होकर पहले गुजरे होंगे. എത്രയോ പ്രാവശ്യം വ്യക്തിയെ മുമ്പ് കണ്ടിരിക്കാം. कितनी बार उस लंगड़े को इन्होंने पहले देखा होगा. പക്ഷേ മാറ്റം വരുത്തുവാൻ, ഒരു റീക്രിയേഷൻ നടത്തുവാൻ പെന്തക്കോസ്തിന്റെ ശക്തി അവർക്ക് ആവശ്യമായിരുന്നു. एक पुनः निर्माण करने के लिए उन्हें पेंतिकुस्त की जरूरत थी. ഇന്ന് രാവിലെ ആത്മാവിൽ ഈ സന്ദേശത്തിന്റെ കാതലായ വിഷയം ശ്രദ്ധിക്കണമേ. आज के दिन इस वचन का एक संक्षेप आप समझ जाएं. ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവിനെ വഹിക്കുന്നവരാണ് ദൈവസഭയായ നാം. हमें जो सामर्थ्य दिया गया है वो यीशु मसीह के पुनरुत्थान की सामर्थ्य है. ആമേൻ. ഈ ശക്തിയാൽ നാം എവിടെയെല്ലാം പോകുന്നു വഴികളെ ശുദ്ധീകരിപ്പാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. इस आत्मा को लेकर जहाँ भी हम चलेंगे वहाँ पे अद्भुत कार्य होंगे. ശമരിയിൽ അത്ഭുതങ്ങൾ ചെയ്ത ഫിലിപ്പോസ് നമുക്കറിയാം. सामरिया में अद्भुत कार्य किया फिलिप्पोस को हम जानते हैं. ആമേൻ. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ കാര്യങ്ങളെ ആ കാലഘട്ടത്തിൽ ചെയ്ത ചരിത്രമാണ് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. उस कालों में जो बहुत ही सारे जगहों में, बहुत सारे देशों में अद्भुत कार्य होने वाले एक अध्याय है ये प्रेरित का. രോഗികളെ സൗഖ്യമാക്കി, वो लोग रोगी को चंगा किए, മരിച്ചവരെ ഉയർപ്പിച്ചു, मरे हुए को जिलाया, ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടു. देश में परमेश्वर के वचन का नींव डाली. അസാധ്യമെന്ന് പറഞ്ഞ ഇടങ്ങളിൽ അവർ അത്ഭുതത്തിന്റെ സഭകളെ സ്ഥാപിച്ചു. असंभव जगहों में वो लोग उन्होंने वचन को संभव किया. എല്ലാ വഴികളും എല്ലാ പാതകളും ചൊവ്വായി വരും. वो सारे सीधे टेढ़े मार्ग सीधे हो जाएंगे. എല്ലാ ദുർഘട വഴികളും നിരന്നു വരും. वो सारे दुर्घटना वाले स्थल
सीधे हो जाएंगे। ഈ വഴി ചൊവ്വില്ലാത്ത വഴി എന്ന് പറഞ്ഞ ആളുകൾ ഉപേക്ഷിച്ച ഇടങ്ങളിലൂടെ ദൈവസഭ നടന്നു പോകുമ്പോൾ ആ വഴി ചൊവ്വയുള്ള വഴിയായി മാറും. जिन्होंने ये मार्ग कहा था कि ये मार्ग कभी सीधा नहीं होगा, ये मार्ग टेढ़ा है, उसी मार्ग में चलकर हम उस मार्ग को सीधा करें। ഒരുപാട് ആളുകളെ കുറിച്ച് ആള് പറഞ്ഞു കേട്ടിവൻ ഒരിക്കലും നന്നാകത്തില്ല, ചൊവ്വില്ലാത്ത ആളുകളാണ്, അവൻ വീട് ശാപമുള്ള വീടുകളാണ്, ഈ വീട്ടിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല, ആരും നന്നാകയില്ലെന്ന് പറഞ്ഞ എത്രയോ വീടുകളെ ആളുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. कितने सारे ऐसे घर है जिन्होंने लोगों ने कहा है कि ये श्रापित घर है, इस घर के लोग कभी सुधरेंगे नहीं, इनका मन ऐसा है वैसा है, कई सारी बातें लोग कुछ घरों के बारे में कहते हैं। എന്നാൽ നാം അത് ആ വീടുകളെ നേരെയാക്കുവാൻ വേണ്ടി അധികാരം പ്രാപിച്ചവരാണ്. लेकिन हमें जो अधिकार मिला है उस अधिकार से हम उस टेढ़े घर को सीधा कर दें। ആമേൻ. നമ്മോട് കൂടെ നിൽക്കുന്ന സകലരും ആമേൻ നടക്കുവാൻ തുടങ്ങും. हमारे साथ जितने भी लोग साथ चलते हैं वो आत्मा में चलने पाएंगे। അവർ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറും. वो आत्मा में परमेश्वर की कूद कर आराधना करेंगे। നിരാവല ഉത്തരവാദിത്വം മറക്കരുത്. आज के दिन हमें जो जिम्मेदारी मिली है वो भूलेंगे ഈ नहीं। പെന്തക്കോസ് ശക്തിയെ പ്രാപിച്ച് നമ്മെ തൊടുന്നവരും നാം തൊടുന്നവരും എല്ലാം ആമേൻ നടപ്പാൻ ഒരുങ്ങും. इस पेंतिकुस्त की सामर्थ्य पाए हुए हम सब जितने भी लोग हैं वो सबको लोगों को उठा के चलाने लगेंगे। ഭിക്ഷ യാചിച്ചുകൊണ്ട് ഭിക്ഷക്കാരുടെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടിരുന്ന ആമേ വഴി ഇപ്പോൾ ആരാധനായിടമായി മാറുകയാണ്. जो मार्ग था जहाँ से भीख की आवाज सुनाई देती थी वो आज आराधना की आवाज सुनाई देती है। നാം വായിക്കുന്നു, അവർ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അതേ വഴിയിൽ. उसी मार्ग में हम देखते हैं कि वो लोग कूद कर परमेश्वर की आराधना कर रहे थे। ശ്രദ്ധിക്കണമേ, രാവിലെ നടക്കുന്ന വഴികളിൽ നാം നടക്കുന്ന സ്ഥലങ്ങളിലുള്ള ശാപങ്ങൾ അഴിഞ്ഞ് രോഗങ്ങൾ മാറി ബന്ധനങ്ങൾ അഴിഞ്ഞ് അവിടെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ ശബ്ദമുയരും. आज के दिन इस बात को ध्यान देंगे कि जहाँ जहाँ मार्ग में हम जाएंगे उस मार्ग के घरों में अद्भुत कार्य होंगे, वहाँ पे आराधनालय के शब्द सुनाई देंगे। ആമേ. ഞങ്ങളായിരിക്കും ഉത്തർപ്രദേശിൽ ആമേ കാര്യങ്ങൾ സംഭവിക്കും. हम जिस स्टेट में रहते उत्तर प्रदेश में, इस उत्तर भारत में परमेश्वर का आत्मा उंडेला ആ जाएगा। ശബ്ദം ഞങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. वो शब्द हम सुनना शुरू कर दिए ഞങ്ങൾ हैं। ആരാധനയുടെ ശബ്ദം പല ഗ്രാമങ്ങളിൽ നിന്നും പല പട്ടണങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാ. वो आराधनालय का उस शब्द हमें कई सारे गांवों से सुनाई देता है। ഇരുത്തിയിരുന്നവരെല്ലാം ഭയപ്പെട്ട് ഓടുവാൻ തുടങ്ങിയിരിക്കുന്നു. जितने लोगों ने बैठाया था वो सारे भागने लगे हैं। ആമേൻ. അവർ ഇരുത്തിയിട്ട് കടന്നു, പക്ഷെ അവരെ ഞങ്ങൾ നടത്തുവാൻ വേണ്ടി അധികാരം പ്രാപിച്ചവരാണ് ഞങ്ങൾ. वो उन लोग को बैठा के गया पर उनको खड़ा करके चलाना हमारा काम था। ആമേൻ. മഹാരാഷ്ട്രയിലും ബോംബെയിലും എല്ലാം നാം ആ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു. महाराष्ट्र और बॉम्बे में हम इन सारे कार्यों को देख रहे हैं। നിശ്ചയമായും നാം ഒരുപാട് പേരെ നടത്തുന്നവരാണ്. निश्चित रूप से हम कई लोगों को चलाने के लिए अधिकार पाए हैं। അവർ നടന്നുകൊണ്ടും തുള്ളിയും കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. वो चलकर और कूद कर परमेश्वर की आराधना करे। ഹല്ലേലൂയ. हालेलुया। ആമേൻ. ഇരുത്തി ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ നടത്തുവാൻ അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ സഭ. बैठाए हुए लोगों के बीच में उठाने वाले लोगों की एक भीड़ है परमेश्वर की कलीसिया। 2026 ആമേൻ ഒരുപാട് പേരെ നടത്തും. 2026 में आने वाले साल में परमेश्वर कई सारे लोगों को उठाने वाला है। ആമേൻ. പുറത്തിരുന്നുകൊണ്ട് ഭിക്ഷ യാചിച്ചിരുന്നവർ ഒരുപാട് പേരെ ദേവാലയത്തിനകത്തെ കൊണ്ടുവരാൻ വേണ്ടി നാം 2026 ദൈവം ഉപയോഗിക്കും. जितने भी बाहर फाटक में भीख मांग रहे थे उन सबको आराधनालय के अंदर चल कर लाने के लिए परमेश्वर सामर्थ्य देने वाला है। ഈ ഉണർവിന്റെ ശക്തിയോടെ പെന്തക്കോസ്ത് ശക്തിയോടെ നാം അത്ഭുതങ്ങളെ ചെയ്യും. इस उन्नति की शक्ति पाकर के हम पेंतकुस्त के दिन में अद्भुत कार्य करेंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर में सहायता करे। പത്രോസ്, യാക്കോബ്, യോഹന്നാനും ഒരു ഉത്തരവാദിത്തമുണ്ട്. पतरस और यूहन्ना हमें एक जिम्मेदारी है। ആരാധനാലയത്തിനകത്ത് മാത്രമല്ല, നടക്കുന്ന വഴിയിൽ നാം അത്ഭുതങ്ങളെ ചെയ്യും. आराधनालय के अंदर ही नहीं, हम जिस मार्ग से जाएंगे वहाँ अद्भुत कार्य നാം होंगे। യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. हम जिस भी गाड़ियों से जाते हैं उस सारे गाड़ियों में अद्भुत कार्य होंगे। ആമേൻ. നാം കടയുന്ന കമ്പോളങ്ങളിൽ മാർക്കറ്റുകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. हम जिन जिन जगहों में फाटकों से और जिन जिन बाजारों से होकर गुजरते हैं वहाँ पे अद्भुत कार्य നാം होंगे। ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ, പഠിക്കുന്ന സ്കൂളുകളിൽ, നാം യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. हम पढ़ रहे विद्यालयों में, हम जिस भी जगह में काम कर रहे हैं उन सारी जगहों में परमेश्वर ദൈവസഭയുടെ ആരംഭ ചരിത്രം അങ്ങനെയായിരുന്നെങ്കിൽ നാം അത് ചെയ്തുകൊണ്ടേയിരിക്കും. अगर परमेश्वर कलीसिया का शुरुआत ऐसा हुआ था तो आज के दिन जो चल रहा है ऐसा भी आज भी होगा। റായ്ബറേലിയിൽ നിശ്ചയമായും ഞങ്ങൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. रायबरेली में हम निश्चित रूप से इन बातों को करते रहेंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर में सहायता करे। ആമേൻ. 2-ാം അധ്യായത്തിന് ശേഷം വരുന്ന 3-4 അധ്യായങ്ങൾ ഈ പെന്തക്കോസ്തിനോട് ചേർത്ത് വെച്ച സകല അധ്യായങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കും. दूसरे अध्याय से जुड़े हुए सारे अध्याय 3 और 4 और बाकी सारे जितने अध्याय हैं वहाँ पे अद्भुत कार्य का अध्याय है। 1-ാം നൂറ്റാണ്ടിൽ നടന്നെങ്കിൽ ഇന്നും ഇത് സംഭവിക്കും. अगर पहली शताब्दी में ये सब हुआ था तो आज भी ये होगा। നമ്മുടെ കാലിൽ വയ്ക്കുന്ന ഒരു വഴിയും നേരെയാകാതിരിക്കുകയില്ല.
हम जिस भी मार्गों में हम पैर रखेंगे वो सीधा होकर ही रहेगा। 400 വർഷത്തെ പാപത്തിന് ബന്ധനത്തിന് അവസാനം ഒരുക്കുവാൻ ദൈവം യോഹന്നാനെ വിളിച്ച് യോഹന്നാൻ സ്നാപകരുടെ പാത നേരെയാക്കിയിട്ട് യേശുവിന് ആമേൻ വഴിയൊരുക്കിയെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഈ ദിവസങ്ങളിൽ ഈ ദൈവസഭ നടന്നു പോകുന്ന വഴികളിൽ ആമേൻ ഇനി ഒരു വളഞ്ഞ വഴി ഉണ്ടാകുവാൻ പാടില്ല। 400 वर्ष का अंधकार के बाद जब परमेश्वर ने यूहन्ना बपतिस्मा देने वाले को अगर सामर्थ दिया, तो आज के दिन हमें परमेश्वर ये सामर्थ दे रहा है कि आज के दिन इस उन्नति को बढ़ा सके। ആമേൻ നിശ്ചയമായും നിരവധി വഴികൾ നേരെയാകും। निश्चित रूप से कई सारे टेढ़े मार्ग चौरस हो जाएंगे। ആമേൻ ഇറങ്ങിയപ്പോൾ 2 പേരായിരുന്നു, പക്ഷേ ആമേൻ ആളുടെ എണ്ണം കൂടി വരികയാണ്। जब उतरे थे तो 2 लोग थे, पर धीरे धीरे लोगों की गिनती बढ़ रही है। ആമേൻ ഈ വഴിയിൽ നടക്കുന്നവരും ഇരിക്കുന്നവരും എതിരെ വരുന്നവരും കൂടെ നടക്കുന്നവരും എല്ലാം നമ്മുടെ കൂടെ നടക്കും। जितने भी लोग हमारे साथ चल रहे हैं, हमारा विरोध कर रहे हैं, हमारे ऊपर दंड डाल रहे हैं, वो सारे एक दिन हमारे साथ चलेंगे। ഏകരായി ഇറങ്ങിയവരോട് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയുന്നു, നാം ഒരു കൂട്ടമായി മാറും। जो अकेले जितने लोग आज के दिन निकले हैं, मैं उनसे कहना चाहूंगा हम एक बहुत बड़ी भीड़ बनने वाले हैं। ഏക കുടുംബമായ ദൈവത്തെ അറിഞ്ഞവരോട് ഇന്ന് രാവിലെ ആത്മാവിൽ പറയുന്നു, ആമേൻ മുഴു കുടുംബവും ദൈവത്തെ അറിയും। अकेले परिवार से जितने लोग आते हैं, मैं उनसे कहना चाहूंगा कि आपका पूरा परिवार, पूरा खानदान परमेश्वर के नाम को ഗ്രാമത്തിൽ നിന്റെ കുടുംബം ഏകരായ ദൈവത്തെ അറിഞ്ഞു, 2026 നീ ഒരു കൂട്ടമായി മാറും। गाँव में अकेले आप हैं कि परमेश्वर के नाम को पहचाने हैं, तो एक दिन पूरा गांव परमेश्वर के नाम को जाने। ആമേൻ ദൈവസഭയുടെ ചരിത്രം ഇതാണ്। परमेश्वर की कलीसिया का चरित्र यही है। നടന്നു പോകുന്ന വഴിയിൽ ഇരിക്കുന്നവരെ നാം കൂടെ നടത്തുന്നവരാണ്। हम जिस मार्ग से जाते हैं वहाँ पे लोगों को उठाने वाले हैं। ആമേൻ നിശ്ചയമായും നാം ഒരുപാട് പേരെ നടത്തും। निश्चित रूप से हम कई सारे लोगों को चलाएंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ। परमेश्वर में सहायता God bless you all. प्रभु आपको आशीष करे। Praise the Lord. Amen. Amen.